അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പക്ഷെ അതുമായിട്ട് ഒരു രീതിക്കും ബന്ധമുള്ള ഒരു സിനിമയല്ല. പാവമുണ്ട്, പാവം. ആർക്ക് സമയം സുരാജേട്ടൻ ഉണ്ടാവുന്ന ഓർത്തിട്ട് വന്നു. സോറി. അപ്പൊ ശരിക്കും എന്താ നടന്ന സംഭവം? അത് ശരി. ഹലോ, ഹായ്, നമസ്കാരം. കൗമുദി മൂവീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ നടന്ന സംഭവം എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് രണ്ട് സുന്ദരമണികൾ എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്ക് സ്വാഗതം. ശ്രുതി ആൻഡ് ലിജോമോൾ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. രാവിലെ മുതൽ ഇങ്ങനെ ടയർഡായോ? പക്ഷേ ഈ എനർജി ഓക്കെയാണ്. താങ്ക് യു. എന്താണ് ക്യാരക്ടർ എന്ന് നമുക്ക് തുടങ്ങാം. ലിജോ ക്യാരക്ടർ പറഞ്ഞു. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ധന്യ എന്നാണ്. ഇതിൽ സുരാജേട്ടൻ ചെയ്യുന്ന അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വൈഫാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്ന കുറേ കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ്. ഒരു സാധാരണ വീട്ടമ്മ. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഒരു ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തി. ഇതാണ് എൻ്റെ ക്യാരക്ടർ. ഓക്കെ. എൻ്റെ ക്യാരക്ടർ പേര് റോഷി എന്നാണ്. ബിജുചേട്ടൻ അവതരിപ്പിക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വൈഫായിട്ടാണ്. റോഷി ഒരു കോളേജ് പ്രൊഫസറാണ്. ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണ്, ഒരു ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലാംഗ്വേജിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഫ്ലാഗ് റിലേഷൻഷിപ്പാണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് റൂട്ടഡ് ഇൻ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ട്രസ്റ്റ്, ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് റോഷി. അപ്പോൾ ഉണ്ണീനെ ഇങ്ങനെ സംശയിക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല. റോഷി സെക്യൂറാണ്. റോഷി എന്ന പേഴ്സൺ സെക്യൂറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതാണ് ഇവരുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒരു നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നിന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാർ കാണുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ റിലേഷൻഷിപ്പിനെ വ്യൂ ചെയ്യുന്നത് എന്ന് സംസാരിക്കുന്ന ഒരു സിനിമ. ചിലപ്പോൾ അങ്ങനത്തെ ഹസ്ബൻഡ്സിനെ സൊസൈറ്റി നല്ല രീതിയിലല്ല കാണുന്നത്. ഒരു സോ കോൾഡ് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് സൊസൈറ്റി എങ്ങനെ കാണുന്നത്, അതിലൂടെ വരുന്ന ചില സംഭവങ്ങൾ, അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ ഈ അടുത്ത ഞാൻ FBയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പഴയ ഒരു മൂവിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടിട്ട് ആ ഒരു മൂവി പോയി ഞാൻ മുഴുവനും കണ്ടു. അത് നമ്മുടെ അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ജയറാം ഏട്ടൻ, മറ്റേ സിദ്ദിഖ് സാർ, അവരൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു മൂവി. അപ്പം അതിൻ്റെ ഒരു ജെൻസി വേർഷൻ പോലെയാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്ത്. അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതെനിക്കൊന്ന് ബിജുചേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്നതായിട്ട് ടീച്ചറിലുള്ളത് കൊണ്ട് ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. പക്ഷെ അതുമായിട്ട് ഒരു രീതിക്കും ബന്ധമുള്ള ഒരു സിനിമയല്ല. അല്ല. ഇപ്പോൾ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാമേട്ടൻ്റെ ക്യാരക്ടറിന് അത്ര നല്ലതല്ല, നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് ഗൗതമിയുടെ ക്യാരക്ടർ പറയാം. എന്നിട്ട് ഇപ്പുറത്ത് ഭയങ്കര സ്നേഹം പ്രകടനം. അങ്ങനൊന്നും ഇല്ല. അങ്ങനത്തെ കംപ്ലൈൻസ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ റാപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ സുരാജേട്ടനായിട്ടാണെങ്കിലും അതുപോലെ എനിക്ക് ലൈക്ക് നമ്മളിപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. റോഷി മുന്നേ ഒരു സർട്ടൺ റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സീൻസും അങ്ങനെ ആയിരിക്കും. ധന്യയും അജിത്തുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയല്ല. ഇപ്പൊ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫിനെ കുറിച്ച് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അജിത്തിന്റെയും ധന്യയുടെയും. അതെ. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് ആണ്. അപ്പോൾ റാപ്പോ ചോദിച്ചാൽ ഇപ്പൊ സുരാജേട്ടൻ പറയുന്ന പോലെ ഞാൻ സെറ്റിൽ മിണ്ടുകയില്ലായിരുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഞാൻ മാറിപ്പോകുന്നു. അത് വെറുതെ പറയുന്നതാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ക്യാരക്ടർ, ഞങ്ങളുടെ ഒരു ക്യാരക്ടറിന്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ ക്യാരക്ടറിന്റെ കെമിസ്ട്രിക്ക് അത് നന്നായിരുന്നു. അതെ. പക്ഷെ ഇവര് ഏറ്റവും അധികം സംസാരിച്ചത് ഇവിടെ പ്രൊമോഷന് വന്നിട്ട്. അതാണത് ചോദിച്ചപ്പോൾ തന്നെ ചിരിച്ചത്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ നമുക്കിപ്പോൾ ഫാമിലി ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി റിലേഷൻഷിപ്സ് ഇതുപോലെ ഉണ്ട്. ലൈക്ക് രണ്ട് എക്സ്ട്രീമിലുള്ള റിലേഷൻഷിപ്സ് ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലീസിൻ്റെ ഒരു എന്താ പറയുക റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണോ ഈ മൂവി ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ആവണം, ഇപ്പോൾ റോഷിൻ്റെ ഒക്കെ ഈ ഒരു കപ്പിളിനെ പോലെ ആവണം ഫാമിലി ലൈഫ് എപ്പോഴും, അങ്ങനത്തെ ഒരു മെസ്സേജ് ആണോ മൂവി കൊണ്ട് ഉദ്ദേശിക്കണേ? അങ്ങനത്തെ മെസ്സേജ് ഒന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ സ്ഥിരം പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അല്ലെങ്കിൽ ദിവസവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുറേ ഇൻസിഡൻസ്. അപ്പോൾ അതിൽ എങ്ങനത്തെ ലൈഫിലൊക്കെ അങ്ങനത്തെ ഇൻസിഡൻസ് നടക്കാം എന്നൊക്കെ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഐഡിയൽ കപ്പിൾ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഒരു ഐഡിയൽ മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വയ്ക്കുകയൊന്നുമല്ല.
എല്ലാവരുടെയും ശരികൾ വേറെയാണ്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് നോക്കിയിട്ട് യു ക്യാൻ പിക്ക് ആൻഡ് ചൂസ്. കാരണം അത്രയും ആക്ടേഴ്സ് ഉണ്ട്, അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, അത്രയും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് തന്നെ ധന്യയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കും റോഷിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കും ഇഷ്ടമാവുമായിരിക്കാം. അപ്പോൾ അത് റിലേറ്റബിലിറ്റി ഉണ്ടാവുമായിരിക്കാം. മേ ബി നോട്ട് ഓൾ ഓഫ് റോഷീസ് ക്യാരക്ടർ. ചിലപ്പോൾ ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ബേസിസ് എനിക്ക് ശ്രുതി ഐ ഫീൽ ലൈക്ക് അത് അടിപൊളിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല സിനിമ കാണുന്ന എല്ലാവർക്കും. ചിലപ്പോൾ അവർ ബി ലൈക്ക് ഇതെങ്ങനെയാ യുനോ വൈ ആർ ദേ സോ ലിബറൽ എന്ന് ചിലപ്പോൾ തോന്നുന്ന ആൾക്കാർ. ചിലർക്ക് ധന്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ധന്യയുടെ ഒരു ക്യാരക്ടറിന്റെ ഷിഫ്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്തവർ എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ ധന്യ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ധന്യയാണ് ശരി എന്ന് പറയുന്ന രണ്ട് കൂട്ടരും ഉണ്ടാവും. ഇപ്പം നമ്മുടെ ബിജുമൻ ചേട്ടൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ വരുമ്പോഴേ നമ്മുടെ അയ്യപ്പനും കോശിക്ക് ശേഷം പുള്ളിയാണ് എതിര് നിൽക്കുന്നതെങ്കിൽ വന്നൊരു സാധനമായിരിക്കും വരാൻ പോകുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് പ്രേക്ഷകർക്ക്. അപ്പം ഇപ്പം സുരാജ് ചേട്ടനാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിൽ പൃഥ്വിരാജായിട്ട് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പം ആ ഒരു സാധനം ഇതിൽ എക്സ്പെക്ട് ചെയ്യാനുണ്ടോ നമുക്ക്? ലിജിച്ചിരിക്കുന്ന എന്തുകൊണ്ട്? ഇല്ല, ഈഗോ ക്ലാഷ് ആയിട്ടൊന്നും ഇല്ല. അത് നമ്മൾ രാവിലെ സംസാരിച്ചു. ഈഗോ ക്ലാഷ് അല്ല, ഐഡിയോളജി ക്ലാഷ് ആണ്. അതെ. അപ്പോൾ ലൈക്ക് ഒരു അങ്ങനത്തെ ഒരു കമ്പാരിസൺ കൂടി നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇതിൽ സാമ്യം ഉണ്ടാവോ എന്ന് ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. കാരണം ടു മെൻ ഹൂ യു ഇറ്റ് ലുക്സ് ലൈക്ക് ദേ ആർ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു പരിപാടിയാണ്. ഇപ്പൊ ശരിക്കും എന്താ നടന്ന സംഭവം? അത് ശരി, അത് 21-ാം തീയതി സിനിമ കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഇനി ഇതിനെ നമുക്ക് ഔട്ട് ഓഫ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂര്യൻ്റെ ഒപ്പം ഞാനത് ഭയങ്കര പേഴ്സണലി ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നേരെ കിട്ടേണ്ട ചോദിക്കുക, സൂര്യൻ്റെ ഒപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള ഒരു അങ്ങനെ ഒരു തോട്ട് പോലും നമുക്ക് സെറ്റിൽ ചെന്ന് ഷൂട്ടിൻ്റെ സമയത്ത് തോന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ ഹമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ്. ഒരു കംഫർട്ടബിൾ സ്പേസ് എല്ലാവർക്കും, എനിക്കെന്നല്ല സെറ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു സേഫ് സ്പേസ് അല്ലെങ്കിൽ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കി തന്നിട്ട് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സൂര്യ സാർ. ചേച്ചിൻ്റെ ചോദിക്കുകയാണെങ്കിലേ നമ്മുടെ സൺഡേ ഹോളിഡേത്തെ ആ ഒരു സീൻ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഭയങ്കര ഒത്തിരി സ്റ്റാറ്റസുകളും വീഡിയോസും ഷെയർസും ഒക്കെ കിട്ടുന്നുണ്ട് ആ തിരിഞ്ഞു നോക്കുന്ന. അല്ല, ഈ സമയത്തുണ്ട്. അപ്പോൾ അത് ലൈക്ക് അന്ന് അങ്ങനെ എടുക്കാൻ നേരത്തെ എന്തൊക്കെയായിരുന്നു ജസ്റ്റ് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേന്ന് ഓർമ്മ ഉണ്ടോ? ഒന്നുമില്ല, ഇതിങ്ങനെ നമ്മൾ വിട്ട ഒരു ആള് അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിട്ട ഒരാൾ നമ്മളെ കാട്ടും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടീൻ്റെ കൂടെ കൂടിയതിൻ്റെ എല്ലാ അസൂയയും മുഖത്ത് വരണം എന്ന് പറഞ്ഞു. അത് ഭയങ്കര രസമുള്ള ഒരു സീനാണല്ലോ ആ ഒരു മൂവിയിൽ. ലൈക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ആരും എക്സ്പെക്ട് ചെയ്തില്ല അത് അങ്ങനെ ഇതാവുന്നത്. എങ്ങനെയോ ഒത്തിരി പേർക്ക് കണക്ട് ആയി. ഐ തിങ്ക് അതിന് ഐ മീൻ എല്ലാം കൊണ്ടും ഒരു സീൻ വർക്ക് ആവുന്ന എല്ലാം കൊണ്ടും ആണല്ലോ. പക്ഷെ ഐ തിങ്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് വിച്ച് ഇസ് വെരി ക്യാച്ചിങ്. അപ്പോൾ അതും ഹെൽപ്പ് ചെയ്ത്. ഇപ്പൊ ഈ മൂവിയിലേക്ക് വരാണെങ്കിൽ സെറ്റിൽ വെച്ച് നിങ്ങൾക്ക് ഭയങ്കര ഇത് ലൈക്ക് ഭയങ്കര ലൈഫ് ലോങ് ഞങ്ങൾ ഓർക്കും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ രണ്ടുപേർക്ക് ഞാൻ 2 ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്, സുരാജേട്ടനായിട്ടുള്ള ഒരു സീൻ അല്ലെ അതുപോലെ ബിജു ചേട്ടനായിട്ടുള്ള ഒരു സീൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ട്? സിനിമയിലുള്ള സീൻ? സിനിമയിൽ ഷൂട്ട് ചെയ്തപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുള്ള ഒരു സംഭവം? ഒരു സംഭവം ഇല്ല. ഇല്ല, അങ്ങനൊന്നും ഇല്ലേ? ഇല്ല, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാനങ്ങനെ ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ, ഒന്നാമത് ഞങ്ങൾക്ക് അങ്ങനത്തെ റാപ്പ് വരുന്ന പോലത്തെ സീൻസ് ഒന്നും ഇല്ല അതിൽ. ഇല്ല, ഒരു നോർമൽ കപ്പിൾ എന്ന് നമ്മൾ പറയുന്ന ഒരു പൊതുവെ പറയാറുള്ള ഒരു നോർമൽ കപ്പിൾ അത്രേ. രസകരമായ ഇൻസിഡൻസ് that happened? അങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ ഓർത്തെടുക്കാൻ ഇല്ല. പക്ഷേ the experience as such
അടിപൊളിയായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ആക്ടറാണ്. എനിക്ക് സുരാജ് ചേട്ടനായിട്ട് അങ്ങനെ സീൻസ് ഇല്ല ഈ സിനിമയിൽ. പക്ഷേ ബിജു ചേട്ടനായിട്ട് ഭയങ്കര ചാമിങ് ആണ് ബിജു ചേട്ടൻ. സോ ദെൻ ഇമ്മീഡിയറ്റ്ലി ഒരു ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കുന്ന, ഐ തിങ്ക് അത് പൊതുവെ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന മിക്ക ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണ്. സോ ഞാൻ ഒരു ബിജു ചേട്ടൻ ഫാനാണ് എന്ന് വെച്ചാൽ ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ്, ഐ മീൻ നമ്മളെല്ലാവരും പോലെ സീൻ എ ലോട്ട് ഓഫ് ഹിസ് മൂവീസ്. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടായിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് പോയത്. സോ അത് എല്ലാം എന്താ പറയുക ഫുൾഫിൽ ചെയ്തു. ലൈക്ക് ഹീസ് ആസ് ചാമിങ്. ലൈക്ക് ബിജു ചേട്ടൻ്റെ റോൾസിൽ എത്രമാത്രം ചാമിങ് ആണോ ബിജു ചേട്ടൻ, അത്രമാത്രം റിയൽ ലൈഫിലും ചാമിങ് ആണ്. ഇപ്പോൾ സുരാജ് ചേട്ടൻ ഇപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ വരുമ്പോഴാണെങ്കിലും ഒത്തിരി സ്റ്റോറീസ് ഇങ്ങനെ പറയും. നമ്മളൊരു ചെറിയ ഇൻസിഡൻസിനെ കണക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒത്തിരി കഥകൾ ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലും കഥകൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ സെറ്റിലിരുന്നിട്ടോ? അല്ലെ നിങ്ങൾ മിണ്ടാറല്ലോ? എനിക്ക് ഞാൻ പറഞ്ഞ മാതിരി ഈ സിനിമയിൽ സീൻസ് ഇല്ല. പക്ഷെ ഇതിനു മുന്നേ കാണേയും പിന്നെ ഗിർ നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ സുരാജ് ചേട്ടൻ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിന്ന് സുരാജ് ചേട്ടൻ ഉണ്ടാവുന്ന ഓർത്തിട്ട് വന്നു. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടേക്ക സുരാജ് ചേട്ടൻ്റെ വലിയ ഫാനാന്ന് പറയണം കേട്ടോ എന്നൊക്കെ. അങ്ങനെ സോറി. ഓക്കെ. ഓക്കെ, അപ്പം ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഇതായിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കുന്ന പോലെ ഞാനൊരു ഗെയിം, ചെറിയൊരു ഗെയിമാണ്. ഞാൻ ഒരു 5-6 ലോഗോസ് കാണിക്കാം. നിങ്ങൾ അത് ഏതിൻ്റെ ലോഗോ ആണെന്ന് പറയണം. അത്രയേ ഉള്ളൂ. ടാറ്റ. യാ, അല്ല ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കില്ലേ? ഫാഷൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിലേ അല്ല ഇത് ഒരു ലക്ഷറി ബ്രാൻഡാണ്. എനിക്ക് പേര് ഓർമ്മയില്ല. സബ്യസാച്ചി. സബ്യസാച്ചിയൊക്കെ എനിക്കറിയാം. അതെനിക്കറിയാം. പറഞ്ഞു. ഇത് കാൽവിൻ ക്ലൈൻ. കഴിഞ്ഞു. സിമ്പിൾ ആയിരുന്നില്ല. നമ്മള് പറഞ്ഞില്ല. എന്നാൽ കുസൃതി ചോദ്യങ്ങളുണ്ട്, അത് ചോദിക്കട്ടെ? വേണ്ട. ഓക്കെ, ജസ്റ്റ് 2-3 ചോദിക്കാം. ഓക്കെ, ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. ഭയങ്കര ഈ ലെവലിൽ ആലോചിച്ചാൽ മതി. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ. ശ്രുതിക്ക് ഒരു പോയിന്റ്. ഞാനില്ല ഈ കളിക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇത് പറയും. ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം. പേന. അതിനിത്തിരി സമയം കൊടുക്കണം. ഓക്കെ, വേഗത്തിൽ 1-ാമൻ, പേരിൽ 2-ാമൻ, സ്ഥാനത്തിൽ 3-ാമൻ. ആരാണ് ഞാൻ? വേഗത്തിൽ 1-ാമൻ, പേരിൽ 2-ാമൻ, സ്ഥാനത്തിൽ 3-ാമൻ. ആരാണ് ഞാൻ? എനിക്കറിയില്ല. വേഗത്തിൽ 1-ാമൻ, പേരിൽ 2-ാമൻ, സ്ഥാനത്തിൽ 3-ാമൻ. ആരാണ് ഞാൻ? അറിയില്ല. എനിക്ക് ആലോചിക്കാൻ വയ്യ. പാവം. ആർക്ക് സമയം പറയൂ. ക്ലോക്കിലെ സെക്കൻഡ് സൂചി. ഓക്കെ, ഒരെണ്ണം കൂടി പറഞ്ഞു. ഇപ്പോഴേ പറഞ്ഞു ഞാൻ. ഓക്കെ, ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ ഒരു പുഴ കിടക്കണം. പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല. അപ്പൊ ഈ മുത്തശ്ശി മൈദ പൊടിക്കണ്ട. പാവം, എന്തിനാ ഇത്രയും പറയിപ്പിച്ചേ? ഇതില് ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്? കൊച്ചിയാണ്. പിന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻസ്. ഈ നമ്മുടെ ക്രോണിക് ബാച്ചിലർ മൂവിയിൽ മമ്മൂട്ടി സാറിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട് ഒത്തിരി ദൂരെ ആയിരുന്നു. ആ വീട് സിദ്ദിഖ് സാറാണ് ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ അടുത്തടുത്തുള്ള വീടുകളിലെ കഥയാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളോട് ഇത്ര സഹകരിച്ചതിനൊക്കെ ഒത്തിരി നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയണമെങ്കിൽ പറയൂ. ഒന്നുമില്ല, നമ്മുടെ സിനിമ 21 ജൂണിന് റിലീസാവാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള സബ്ജക്ട്സ് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആൻഡ് ഹോപ്പ് യു എൻജോയ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നടന്ന സംഭവം എന്നുള്ള ഈ ഒരു ചിത്രം തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും കാണുക. മൂവി അടിപൊളിയാവട്ടെ, ഹിറ്റ് ആവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.